ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും കടക്കുന്നു. അല്പസമയം മുൻപ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയായിരുന്നു. ആലപ്പുഴയിൽ ഒരു ദളിത് യുവതിക്ക് മർദ്ദനമേറ്റു എന്നുള്ള വാർത്ത. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കൃത്യമായി കണ്ടതാണ്. എന്തായാലും ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ന്യൂസ് 18 വാർത്ത കണ്ട് പോലീസ് നടപടിയെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. SP ചൈത്ര തെരേസ ജോൺ ഈ കേസിൽ നടപടി എടുത്തിരിക്കുന്നു. കേസ് FIR ഇട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. വൈകിയാണെങ്കിലും പോലീസ് കണ്ണു തുറന്നിരിക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ന്യൂസ് 18 വാർത്ത കണ്ട് പോലീസ് കണ്ണു തുറന്നിരിക്കുന്നു. ഞങ്ങളുടെ വാർത്തയിൽ ഒരു നടപടി ഉണ്ടായത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പട്ടാപ്പകൽ വലിച്ചിഴച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കി ഇത്ര നേരം പ്രതികരിക്കാതിരുന്ന കണ്ണടച്ചിരുട്ടാക്കിയ പോലീസ് ന്യൂസ് 18 വാർത്തയ്ക്ക് ശേഷം ഇടപെട്ടു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഇത്ര മണിക്കൂറുകൾ കേസെടുക്കാതിരുന്നതിന് പോലീസ് അധികൃതർ മറുപടി പറഞ്ഞേ തീരൂ. അക്കാര്യത്തിൽ തർക്കമല്ല. ഇത് ആലപ്പുഴ ചേർത്തലിലെ ഒരു പെൺകുട്ടിയുടെ നിലാവെന്ന ഒരു പെൺകുട്ടിയുടെ മാത്രം കാര്യമല്ല. ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. ആക്രമണങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾക്ക് പോലീസ് ഇത്തരത്തിൽ കേസെടുത്തില്ലെങ്കിൽ അവർ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേർന്നു. ശരണ്യ പുറത്തുവിട്ട ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണിത്. ആലപ്പുഴയിൽ ഒരു പെൺകുട്ടിക്ക് പട്ടാപ്പകൽ മർദ്ദനമേറ്റു എന്ന്. ഇത്ര മണിക്കൂറുകൾ 3 മണിക്ക് നടന്ന സംഭവം 8:30യോടുകൂടി ന്യൂസ് 18 വാർത്ത കണ്ടപ്പോഴാണ് പോലീസ് കണ്ണു തുറന്നത്, അല്ലെ? ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ പോലീസ് ജില്ലാ പോലീസ് മേധാവി ഈ സംഭവത്തെ സംബന്ധിച്ച് പൂജാക്കൽ പോലീസുമായി പൂജാക്കൽ ഡിവിഷനും, അതായത് ചേർത്തൽ ഡിവിഷന്റെ കീഴിലാണ് ഇത് വരുന്നത്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സംഭവത്തിൽ ഉടൻ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കുന്നത്. നമ്മൾ ആലപ്പുഴ ജില്ലാ SP വിളിക്കുന്ന ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച വിവരം ലഭ്യമായിരുന്നില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളടക്കം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പൂജക്കൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഉടൻ തന്നെ ഈ കേസിൽ FIR ഇടുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സംഭവങ്ങളിലും, അതായത് ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതുൾപ്പെടെയുള്ള അവിടെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ഉടനടി പോലീസ് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഭാവി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നുള്ള ദൃശ്യം കൃത്യമായി പോലീസിന് നൽകപ്പെട്ടിട്ടും അതിനകത്ത് കേസ് എടുക്കാതിരുന്നതിനെ സംബന്ധിച്ച് അത് ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അത്തരം അതിനെ സംബന്ധിച്ചൊരു മറുപടി ഇപ്പോഴും പോലീസിന് നൽകാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ദൃശ്യം കാണിച്ചു എന്ന പെൺകുട്ടി പറയുന്നിടത്തോളം അങ്ങനെ ആ ദൃശ്യം കണ്ടിട്ടും നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു മൗനം അതിനകത്ത് അവർ ഉണ്ടായത് അത് കുറ്റകരമായ മൗനമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ പൊതുനിരത്തിൽ ആ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത് നമുക്ക് ഒരു KSRTC ബസ് അവിടെ തന്നെ സൈഡിൽ നിർത്തുന്ന ആ ബസ്സിലിരിക്കുന്ന ആളുകളും ആ പ്രദേശത്ത് ആ റോഡിൽ ഇറങ്ങി നിൽക്കുന്ന ആളുകളുടെയും എല്ലാം മുമ്പിൽ വെച്ചാണ് ഈ 19 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത അവളുടെ അനിയന്മാരും ആക്രമിക്കപ്പെടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആൺകുട്ടികൾ ആ ദൃശ്യങ്ങൾ കാണാം. പലരും ആൺകുട്ടികൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മർദ്ദിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാലും ആ പെൺകുട്ടി ആ നിലത്തിട്ട്, അതായത് ആ പൊതുനിരത്തിൽ നിലത്തിട്ട് കുടിക്ക് കുത്തിപ്പിടിച്ച് താഴെയിട്ട് ചവിട്ടിയിട്ടും അതിനകത്തൊരു നടപടി എടുക്കാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കഴിയാത്തത് അവരുടെ വലിയ വീഴ്ച തന്നെയാണ്. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റിന് മുൻപായി തന്നെ, അതായത് വാർത്ത കയറുന്നതിന് മുൻപ് തന്നെ പൂച്ചക്കൽ SIയുമായി ബന്ധപ്പെട്ടത് അപ്പോഴും അവർ കേസ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് നൽകിയ മറുപടി. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ അറിയിച്ചിട്ടുണ്ട് ഉടൻ ഇതിനകത്ത് നടപടി ഉണ്ടാകും, കേസെടുക്കും. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുട്ടികൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ ദിവസം ടെലിഫോണുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതി, ഈ ഷൈജു എന്ന ആൾ നൽകിയിട്ടുള്ള പരാതി, അങ്ങനെ പല കാര്യങ്ങൾ ഇതിന് കുറച്ച് തുടർച്ചയായി ഉണ്ടായി. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് കർശനമായ ഒരു ഇടപെടൽ നടത്തിയതിന്റെ ഈ തുടർച്ചയായ സംഭവങ്ങൾ പിന്നീട് ആവർത്തിക്കപ്പെട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യം. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ ഒരു ഉദാസീനത ഉണ്ടായത് തന്നെയാണ് പിന്നീട് തുടർന്ന് പോവുകയും ഏറ്റവും ഒടുവിൽ ഒരു നിരത്തിൽ വെച്ച് ആ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാണ്. ചെറിയ കുട്ടികളാണ്, എല്ലാവരും ചെറിയ കുട്ടികൾ തന്നെയാണ്. ഇവരെ അവരോട് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ എതിർ വിഭാഗത്തിലോ ഷൈജു അടക്കമുള്ള ആളുകളോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാനോ കൈകാര്യം ചെയ്യാനോ പോലീസിന്റെ ആദ്യഘട്ടത്തിൽ വന്ന വീഴ്ച തന്നെയാണ് പിന്നീട് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തിരിച്ച് പ്രത്യാക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ പോലും
ആ പെൺകുട്ടിയെ ആക്രമിക്കപ്പെടുമ്പോൾ അവളുടെ സഹോദരങ്ങൾ നിരത്തിൽ കിടന്ന് ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ ആളുകളില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മുമ്മയുടെ സംരക്ഷണയിൽ വളരുന്ന കുട്ടികളാണ്. അമ്മ കൂലിപ്പണി എടുത്താണ് ഈ കുട്ടികളെ വളർത്തുന്നത്. അച്ഛൻ ഇല്ല, അവർക്കൊപ്പം അവരുടെ അച്ഛൻ ഇല്ല. അപ്പൊ ഈ അന്യന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ പെൺകുട്ടി നിരത്തിലിറങ്ങി ഓടി അവർക്ക് നേരെ, അവരെ ആക്രമിക്കുന്നവരുടെ നേരെ ചെല്ലുന്നതുമെല്ലാം ഈ മുതിർന്ന ആളുകളാണ് ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. എത്ര കുട്ടികളുടെ ഭാഗത്ത് ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടായിരിക്കാം, എന്തും ഉണ്ടായിരിക്കാം. പക്ഷേ മുതിർന്ന ആളുകൾ അതിനകത്ത് കുട്ടികളുടെ ഒരു കാര്യത്തിൽ നിന്ന് മാറി മുതിർന്ന ആളുകൾ ആ കുട്ടി, അതായത് ഈ നിലാവിന്റെ സഹോദരന്മാർ ഈ ആക്രമിച്ച ആളുടെ മകനെ ഫോണിൽ വിളിച്ചതാണ് ഈ പ്രകോപനത്തിന് തുടക്കം. അവിടെ അസഭ്യം പറഞ്ഞു തുടങ്ങുന്നു. ഈ കുട്ടികൾ തിരിച്ച് പറയുന്നുണ്ടെന്നാണ് നിലാവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. തിരിച്ച് അത്രയും കേട്ടപ്പോൾ തിരിച്ച് അവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിയുമായി ചെല്ലുമ്പോൾ ഈ അവരുടെ ഭാഗം മാത്രം കേട്ട് പോലീസ് ഏകപക്ഷീയമായി ഞങ്ങളെ രാവിലെ പറഞ്ഞു വിട്ടു. അവിടെ നിന്നിരുന്ന മറ്റാളുകളിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തി. തങ്ങളുടെ പേരിൽ കുറ്റം ആരോപിക്കാനുള്ള ശ്രമം ഒരു പക്ഷേ നിലാവ് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വൈകുന്നേരം വന്ന ഈ കുട്ടികളെ ആക്രമിക്കാനുള്ള ഒരു ധൈര്യം അയാൾക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോ